ഒരിക്കൽ കാടിന് നടുവിൽ കരുത്തനും ദയാലുവുമായ ഒരു കൊമ്പനാന ജീവിച്ചിരുന്നു. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സ്ഥലം. കാടിന് നടുവിലൂടെ കളകളാരവം പൊഴിച്ചൊഴുകുന്ന വലിയ നദിയായിരുന്നു അവന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. നദിയിലെ വെള്ളത്തിൽ ആകാശം നോക്കാൻ എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയാമോ? അതിലെ തെളിഞ്ഞ വെള്ളത്തിൽ ആകാശം നോക്കി നിൽക്കാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു. ദിവസവും ആന ആ നദിയിലെത്തി ശാന്തമായി വെള്ളം കുടിക്കുമായിരുന്നു. പക്ഷെ ആ നദിയിൽ ഒരു കപട ജീവിയായ മുതല ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം മുതല വെള്ളത്തിൽ നിന്ന് പതുക്കെ തലയുയർത്തി സ്നേഹം നടിച്ചു പറഞ്ഞു, ഓ, അങ്ങയുടെ ഗാംഭീര്യം കാണുമ്പോൾ എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഇത്ര മധുരം നിറഞ്ഞ വാക്കുകൾ എന്തിനായിരിക്കും? ഇത് കണ്ടപ്പോൾ ആനയ്ക്ക് സംശയം തോന്നി. അപ്പോഴേക്കും മരക്കൊമ്പിലിരുന്ന ആനയുടെ കൂട്ടുകാരായ കുരങ്ങനും പക്ഷികളും ഉറക്കെ വിളിച്ചു പറഞ്ഞു, എത്ര പെട്ടെന്ന് വിശ്വസിച്ചു! പെട്ടെന്ന് തന്നെ മുതല തന്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് ആനയുടെ കാലിൽ പിടികൂടി. ആന വേദന കൊണ്ട് കരഞ്ഞു. മുതല കൂടുതൽ ശക്തിയായി ആനയെ വെള്ളത്തിലേക്ക് വലിച്ചു. പക്ഷെ ആന തന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് കരയിലേക്ക് കയറാൻ ശ്രമിച്ചു. സുഹൃത്തുക്കൾ ഉറക്കെ ബഹളം വെച്ചും മുതലയുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചും ആനയ്ക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരുന്നു. ആന തന്റെ സർവ്വശക്തിയും എടുത്ത് ആർത്തലച്ചുകൊണ്ടൊന്നു കുടഞ്ഞു. അതോടൊപ്പം കൂർത്ത കൊമ്പുകൾ താഴ്ത്തി മുതലയെ കുത്താനും ഒരുങ്ങി. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ മുതലയുടെ പിടി അയഞ്ഞുപോയി. മുതല നിരാശനായി നദിയിലേക്ക് തിരികെ മുങ്ങി. അങ്ങനെ ആന രക്ഷപ്പെട്ടു. കരയിൽ കയറി തളർന്നിരുന്ന ആനയെ കൂട്ടുകാർ സ്നേഹത്തോടെ ആശ്വസിച്ചു. എല്ലാവരും അവനെ ചേർത്തു പിടിച്ചപ്പോൾ ആന ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. കപടമായ പുകഴ്ത്തലുകൾ അപകടത്തിലേക്കുള്ള വാതിലാണ്. എന്നാൽ യഥാർത്ഥ സുഹൃത്തുക്കളുടെ വാക്കുകൾ ജീവൻ രക്ഷിക്കുന്ന വിളക്കാണ്. അവർ തന്നെയാണ് എന്റെ യഥാർത്ഥ ശക്തി. നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മെ ചതിക്കാൻ സാധ്യതയുള്ളവരെയും തിരിച്ചറിയാൻ പഠിക്കണം.